പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു എക്സാം ആണ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് 2023. കഴിഞ്ഞ വർഷം കാറ്റഗറി നമ്പർ 241/2023 പ്രകാരമാണ് കേരള PSC ഈ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സിലബസും വന്നിട്ടുണ്ട്. അപ്പം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സിലബസിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിലബസ് ആണ് കേരള PSC നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയുമായി അല്ലെങ്കിൽ ആ പോസ്റ്റിന് വേണ്ടിയുള്ള സിലബസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എൻട്രഡി ടീച്ചിങ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 241/2023 പ്രകാരമാണ് കൺഫർമേഷൻ നമുക്ക് കൊടുക്കേണ്ട തീയതി വന്നിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി എന്ന് പറഞ്ഞാൽ 23/3/2024 മുതൽ, അതായത് മാർച്ച് 23 ഇന്ന് മുതൽ ഏപ്രിൽ 11 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെന്റിലത്തേക്കാണ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് കാറ്റഗറി നമ്പർ 241/2023 പ്രകാരം കേരള PSC വിജ്ഞാപനം ക്ഷണിച്ചത്. അപ്പൊ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഈ മാസം, അതായത് ഇന്ന് മുതൽ, അതായത് മാർച്ച് 23 മുതൽ ഏപ്രിൽ 11 വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ എക്സാം ഡേറ്റ് കൂടി കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂൺ മാസം 26 എക്സാം ഡേറ്റ് വരുന്നത്. 26/6/2024. എക്സാമിന്റെ ഫീച്ചർ നേച്ചർ എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമോ അതായത് OMR എക്സാമോ ആണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. OMR എക്സാം ആണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം കൂടിയാണ്. 25,247 ഉദ്യോഗാർത്ഥികളാണ് എഴുതാനുള്ളത്. അതുകൊണ്ട് തന്നെ OMR എക്സാം ആണ് 26 ജൂൺ മാസം 26/6/2024 ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ പഴയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളായിരുന്നു മുന്നോട്ട് വന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു പുതിയ സിലബസ് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് മാറ്റങ്ങളോട് കൂടിയാണ് പുതിയ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സിലബസിനെ ഒന്ന് വിശദമാക്കി പരിചയപ്പെടുത്തുന്നു. ഒപ്പം പുതിയ ക്ലാസ്സുകളും എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ സിലബസ് പ്രകാരമുള്ള പുതിയ ക്ലാസ്സുകൾ 60 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലാണ് എൻട്രിയുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു. അതിന് മുമ്പായിട്ട് ആരൊക്കെയാണ് ഇതിൽ അപേക്ഷിച്ചിരിക്കുന്നത്, അതായത് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെയാണ് അപേക്ഷിച്ചിട്ടുള്ളത് എന്ന് കൂടി ഞാനൊന്ന് പറയാം. എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ മാസ്റ്റർ ഡിഗ്രിയിൽ 55% കൂടുതൽ മാർക്ക് ഉള്ളവരാണ് ഇതിൽ അപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും സ്പെസിഫൈഡ് ചെയ്തവരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ പുതിയ സിലബസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു OMR എക്കണോമിക്സ് ആണ്. നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് വിവിധ സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തവർ കൺസേൺ ആയിട്ട് വരുമ്പോൾ, അവരിങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സിലബസ് കാണുമ്പോൾ അവരെല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി, ആ ഒരു സിലബസിന്റെ സ്റ്റഡി സ്ട്രാറ്റജി നമുക്ക് നോക്കുമ്പോൾ എല്ലാ പേരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലൊരു സ്റ്റഡി സ്ട്രാറ്റജി അല്ലെങ്കിൽ സിലബസിന്റെ സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പാർട്ട് 1 എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. 10 മാർക്കാണ് എക്കണോമിക്സ് വരുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പാർട്ട് 3 എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 10 മാർക്കും. പാർട്ട് 4 കൊമേഴ്സിൽ നിന്നും 20 മാർക്കും. പാർട്ട് 5 സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 15 മാർക്കും. മാത്തമാറ്റിക്സ് ആണ് പാർട്ട് 4 ആയിട്ട് വരുന്നത്, അവിടെ നിന്ന് 20 മാർക്കുമാണ്. പാർട്ട് 7 ആയിട്ട് വരുന്നത് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 15 മാർക്ക്. ഇങ്ങനെ 100 മാർക്കിന്റെ OMR എക്സാം ആണ് PSC കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ 7 സബ്ജക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ എക്കണോമിക്സിനകത്ത് എന്തൊക്കെ പഠിക്കണം, അവിടെ എത്ര മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് തുടങ്ങിയ കാര്യങ്ങളും
PSC വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 10 മാർക്കാണ് എക്കണോമിക്സ് വരുന്നത് എന്ന് പറഞ്ഞു. അവിടെ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ ആ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കാണ് വരുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് സിലബസിന്റെ സ്ട്രക്ചർ എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് വരുന്നത് നാഷണൽ ഇൻകം ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യവും പോവർട്ടി ഇൻഇക്വാളിറ്റി അൺഎംപ്ലോയ്മെന്റിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യവുമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മൂന്നാമത്തേത് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഗെയിം തിയറി 1 മാർക്കുമാണ് വരുന്നത്. നാലാമതായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ആൻഡ് ഫോംസ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 2 മാർക്കിൻ്റെതും. അഞ്ചാമത്തേത് ഫിസ്ക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റ് 1 മാർക്ക്. ആറാമത്തേത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യം. ഈ രീതിയിൽ 10 മാർക്കിന്റെ ചോദ്യമാണ് എക്കണോമിക്സിൽ നിന്നും വരുന്നത്. രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള എക്കണോമെട്രിക്സിൽ നിന്നും ആകെ 10 മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. അവിടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യവും ഹൈപ്പോതീസിസ് ടെസ്റ്റിംഗിൽ നിന്നും 1 മാർക്കിന്റെ ചോദ്യവും. മൂന്നാമത് അസംഷൻ ഓഫ് ദ ക്ലാസിക്കൽ മോഡലിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യവും. നാലാമത്തേത് ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡൽസ് 2 മാർക്കും. അഞ്ചാമത്തേത് ടൈം സീരീസ് എക്കണോമിക്സിൽ നിന്നും 2 മാർക്കും. ആറാമത്തേത് പാനൽ ഡേറ്റ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 1 മാർക്കിന്റെ ചോദ്യവും. ഇങ്ങനെ എക്കണോമെട്രിക്സിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. മൂന്നാമത്തത് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിവിടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 മാർക്കും, ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 2 മാർക്കും, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് 3 മാർക്കുമാണ്. അപ്പൊ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റിൽ നൽകിയിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് ലഭിക്കുന്നതാണ്. ആ ഡൗൺലോഡ് ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പൊ സിലബസ് പലരും അന്വേഷിക്കുന്നുണ്ട് എന്നറിയാം. അപ്പൊ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് നാലാമത്തേത് കൊമേഴ്സ് 20 മാർക്കാണ് വരുന്നത്. അവിടെ മൊഡ്യൂൾ 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൊഡ്യൂൾ 2 പ്രോജക്റ്റ് മാനേജ്മെന്റ്, മൊഡ്യൂൾ 3 ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്, മൊഡ്യൂൾ 4 റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് അവിടെ വന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ 5ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് 15 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അവിടെ യൂണിറ്റ് 1 പ്രോബബിലിറ്റി തിയറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തിയറിയിൽ നിന്നും 5 മാർക്കും, യൂണിറ്റ് 2 സാമ്പിളിംഗ് ആൻഡ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 മാർക്കും, യൂണിറ്റ് 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇന്റർഫിയറൻസ് ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് മാത്തമെറ്റിക്സ് ആണ്. 6ാമത്തെ ഭാഗമാണ് സിലബസിന്റെ. 20 മാർക്കാണ് മാത്തമെറ്റിക്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് 5 മാർക്ക് എന്ന് പറയുന്നത് ലീനിയർ ആൻഡ് അബ്സ്ട്രാക്ട് ആൽജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കുമാണ്. യൂണിറ്റ് 2 റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. അടുത്ത യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യവും. ഇങ്ങനെ ടോട്ടൽ 20 മാർക്കാണ് മാത്തമെറ്റിക്സിൽ നിന്നും ചോദിക്കുന്നത്. ഏറ്റവും അവസാനം സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗമാണ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മേഖല. അവിടെ നിന്ന് 15 മാർക്കിന്റെ ചോദ്യമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. യൂണിറ്റ് 1 അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ 5 മാർക്കും, യൂണിറ്റ് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സർവേസ് 5 മാർക്കും, യൂണിറ്റ് 3 സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി പ്രൊഫൈൽ ജോലിയാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ അട്രാക്റ്റീവ് സാലറിയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ 50,200 ആണ് സ്കെയിൽ ഓഫ് പേ സ്റ്റാർട്ടിങ് തന്നെ. 1,53,000 വരെ പോകുന്ന സ്കെയിൽ ഓഫ് പേയുമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഈ ഒരു ജോലി നേടിയെടുക്കാൻ കഴിയുന്നതാണ്. 20 ദിവസത്തെ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് പഠിക്കുകയാണെങ്കിൽ മുന്നോട്ട് അടിപൊളി ഒരു മാർക്കും വാങ്ങിക്കാൻ കഴിയും. അപ്പൊ എൻട്രിയിൽ എക്സാം ഡേറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജൂൺ 26-ാം തീയതിയാണ്. എൻട്രി 60 days അടങ്ങുന്ന എക്സാം
വാലിഡിറ്റിയോട് കൂടിയുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം കോഴ്സിന്റെ മറ്റ് പ്രത്യേകത, റിസർച്ച് അസിസ്റ്റന്റ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗോൾഡ് ബാച്ച് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഗോൾഡ് ബാച്ചും ഉണ്ട്. മെന്ററിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാം, അവിടെ ഡൗട്ടുകളും ക്ലിയറൻസ് ഒക്കെ ചെയ്യാം, ലൈവ് സെഷൻസും ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ റെക്കോർഡ് ക്ലാസ് മാത്രം മതി വിത്ത് വീക്കിലി 1 ലൈവ് സെഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആ രീതിയിലുള്ള ക്ലാസ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 രീതിയിലുള്ള ക്ലാസ്സുകളാണുള്ളത്. നോർമൽ കോഴ്സും ഉണ്ട്, ഗോൾഡ് കോഴ്സും റിസർച്ച് അസിസ്റ്റന്റിന് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 60 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം PDF നോട്ട്, റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ്, ലൈവ് എക്സാംസ് ഒത്തിരി നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിക്കുന്നു. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പല എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. UGC മുതൽ പല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ PSC നടത്തിയ എക്സാംസും ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്യാപകർ ലൈവ് സെഷനിൽ എത്തുമ്പോൾ വീക്കെൻഡ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നോർമൽ ബാച്ചിനാണ്. അതുപോലെ തന്നെ ഗോൾഡ് ബാച്ചിന് ലൈവിന്റെ എണ്ണം കൂടുതലുമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ രീതിയിലെ കോഴ്സ് സ്ട്രക്ചറാണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നതും മുന്നോട്ട് വയ്ക്കുന്നതും. അപ്പോൾ എക്സാം വരെ നിങ്ങൾക്ക് എൻട്രിയുടെ സപ്പോർട്ടും മെന്റർഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു എക്സാമിന്റെ സിലബസ് നമുക്ക് എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിൽ ഇതിന്റെ പ്രീമിയം ഫാക്കൽറ്റീസ് ഈ സിലബസിന്റെ അല്ലെങ്കിൽ ഈ അധ്യാപകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 60 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം പുതിയ സിലബസിന്റെ ക്ലാസ്സുകളും എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.